കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു. നട തുറന്നു. നമുക്ക് ഗുരുവായൂരപ്പനെ കാണാൻ പോണ്ടേ. ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഇന്നിപ്പോൾ ഭഗവാൻ ഏത് രൂപത്തിലാണ് ഭക്തരെ കാത്ത് നിൽക്കുന്നത് അറിയില്ല. നമുക്ക് പോയി നോക്കാം. ആദ്യം തന്നെ കിഴക്കേ നടയിൽ വന്നിട്ട് മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. അങ്ങനെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ ആ വെങ്കല ഗരുഡ ശില്പവും അതേപോലെ കുചേലൻ്റെ ശില്പമൊക്കെ കാണാം. അത് കഴിഞ്ഞ് അങ്ങനെ വന്ന് അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വന്ന് ഗണേശനെ കണ്ട് തൊഴാം. അങ്ങനെ തൊഴുത് ഇങ്ങനെ വരുമ്പോൾ അടിയിലുള്ള ചുവരിൻ്റെ അടിയിൽ കാണാം അനന്ത പത്മനാഭൻ്റെ ആ രൂപം, അനന്തശായിയായ ഭഗവാന്റെ രൂപം. അതൊന്ന് കണ്ട് തൊഴുത് അങ്ങനെ വന്ന് നേരെ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരാം. അങ്ങനെ വരുമ്പോൾ കൊടിമരവും അതേപോലെ വലിയ ബലിക്കല്ലും ഗജരാജൻ കേശവൻ്റെ രണ്ട് കൊമ്പുകളും നടുക്കുള്ള ലക്ഷ്മി ദേവീനെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ നേരെ വാതിൽപ്പടി കയറുകയാണ്. വാതിൽപ്പടി കയറുമ്പോൾ ഇടതുവശത്തെ മേൽപ്പത്തൂരിൻ്റെ പീഠവും കടാവിളക്കും കാണാം. വലതുവശത്ത് ആദ്യത്തെ തൂടും നോക്കി തൊഴുത് നമ്മൾ നേരെ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ നല്ല രസമായിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ. നിറയെ തിളക്കം. അതിൻ്റെ മേലെ ഇന്ന് കാണുന്ന നല്ലൊരു പീഠം കാണാനുണ്ട്. ആദ്യം തന്നെ കാണുന്നത് നല്ലൊരു പീഠമാണ്. നല്ല പീഠം, നല്ല കട്ടിയൊക്കെ ഉള്ളൊരു പീഠം. ആ പീഠത്തിൻ്റെ മുകളിൽ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ കയറി നിൽക്കുന്നുണ്ട്. ആ ഉണ്ണിയുടെ കാൽപാദങ്ങൾ ഇങ്ങനെ കാണുന്നു. കാൽ തളകൾ അണിഞ്ഞിട്ടുണ്ട്. നല്ല പട്ടൊക്കെ ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട്. അരയിൽ അരമണി കാണാണ്ട്, കിങ്ങിണി കാണാണ്ട്. എന്നിട്ട് കാട്ടുന്ന വികൃതി എന്താകാന്നറിയോ? അതിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് വലതേ കയ്യിൽ വെണ്ണൂറിലുണ്ട്. ഇടത്തെ കയ്യിൻ്റെ അടുത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഉറിയുണ്ട്. അതിൽ കലം വെച്ചിട്ടുണ്ട്. ആ കലത്തിൽ നിറയെ വെണ്ണ ഉണ്ട്. അപ്പോൾ ആ ഇടത്തെ കൈ കൊണ്ട് ഇങ്ങനെ എന്താ പറയുക, ആങ്ങി ഓങ്ങി വലിക്കുകയാണ്. അതിൽ ഇങ്ങനെ എടുക്കുകയാണ്. അപ്പോൾ ആ കലം പകുതി ചെരിഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് കുറേശ്ശെ ഇറ്റിട്ട് വീഴണമുണ്ട്. ആ വലത്തെ കയ്യിൽ അത് വാരി പിടിച്ചിട്ടുണ്ട്. ആരൊക്കെ വേണ്ടിച്ചാൽ തരാം. എല്ലാവരും വന്നോളൂ കേട്ടോ കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും തരാം. ധാരാളം വെണ്ണ ഉണ്ട് ഇവിടെ. നന്നായിട്ട് വന്നോളൂ, വേഗം വന്നോളൂന്ന് വിളിക്കുകയാണ്. ആ ഒരു കാഴ്ചയാണ് കേട്ടോ. എന്ത് രസമാണെന്നറിയാം. ആ ചിരി കണ്ടാൽ മതി. ഒക്കെ പാടെ അങ്ങനെ കണ്ട ആ ഒരു ചിരിയാണ്. ധാരാളം വെണ്ണ കണ്ടപ്പോൾ ഭയങ്കര ചിരിയാണ്. മുഖത്ത് ആ ചിരിയാണ്. മാറത്ത് 2-3 ഗോപീതിലകം വെച്ചിട്ടുണ്ട്. ഒരു വളയം പോലത്തെ മാലയുണ്ട്. അതേപോലെ തന്നെ പീലി തിരുമുടി കെട്ടിയിട്ടുണ്ട്. തിരുമുടി മാല 2 ഉണ്ട്. തെച്ചിയും തുളസിയും വെളുത്ത പൂവായിട്ടുള്ളത്. ഉണ്ടമാല 1 അതും തെച്ചി തുളസി വെളുത്ത പൂവ്. ഇതിലൊക്കെ രസാച്ച് തിരിഞ്ഞിങ്ങനെ നിന്നിട്ടേ ആ ഇടത്തെ കൈകൊണ്ടിങ്ങനെ ഉരുളി എന്താ പറയുക ഉറി അതിന്നിങ്ങനെ ആ കലത്തുനിന്ന് ആ വെണ്ണ എടുക്കുക. നിറച്ച് വെണ്ണ ഉണ്ട്. അതിന്നിങ്ങനെ ചെരിഞ്ഞ് കുറേശ്ശെ പോകുന്നുണ്ടോയെന്ന് സംശയം. അപ്പം വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന, നമ്മളിപ്പോൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് സോപാനപ്പടിയിൽ നിന്ന് കാണുകയാണ് കേട്ടോ. എല്ലാവരും കണ്ടോളൂ, നേരെ കണ്ടോളൂ കേട്ടോ. നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ. ആ വെണ്ണക്കണ്ണനെ, വെണ്ണക്കൊതിയനെ കണ്ട് തൊഴുതോളൂ. അപ്പോൾ നമുക്ക് ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. അത് കഴിഞ്ഞ് നമ്മൾ പടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അഗ്നികോണിലുള്ള ബലിക്കല്ലും അതേപോലെ ഭഗവാന്റെ തിടപ്പള്ളിയും ആ ചുവരിൻ്റെ മുകളിലുള്ള ആലിലക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് നേരെ നമ്മൾ സപ്തമാതാക്കളെ കണ്ടു തൊഴാം. പിന്നീട് അങ്ങനെ ഗണേശൻ്റെ അടുത്ത് വരിക. ഗണേശനെ കണ്ട് തൊഴാം. ഗണേശൻ്റെ അവിടെ മുഖത്തൊക്കെ അത് ചന്ദനം ചാർത്തിയിട്ടുണ്ട്. നല്ല കിരീടം വെച്ചിട്ടുണ്ട്. 2 പീലി വെച്ചിട്ടുണ്ട്. അതേപോലെ പാവുണ്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. നല്ല രസമായിട്ടുണ്ട്. ധാരാളം പൂക്കളുമുണ്ട്. അപ്പോൾ ഗണേശനെ പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറിയിക്ക് നോക്കുക. സരസ്വതി ദേവീനെ പ്രാർത്ഥിക്കാം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അത് കഴിഞ്ഞ് അങ്ങനെ വന്ന് നേരെ നമ്മൾ ആ കോർണറിലെത്തിയ ചെറിയ ഗണേശനെ കണ്ട് തൊഴാം. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് മേൽശാന്തിയുടെ അടുത്തുനിന്ന് അർച്ചനപ്രസാദമൊക്കെ വാങ്ങാം. അത് കഴിഞ്ഞ് നേരെ വന്ന് വാമനരൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപമൊക്കെ കാണാം. പിന്നെ ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയും അനന്തശായിയായ അനന്തപത്മനാഭനെയൊക്കെ കണ്ട് തൊഴാം. പത്മനാഭസ്വാമിയുടെ അവിടെ മാലകളുണ്ട്. വെളുത്ത പൂവിൻ്റെ മാല ഉണ്ട്. അതേപോലെ
താമരമാല ഉണ്ട്. അവിടെ തൊഴുത് പിന്നെ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരം കഴിഞ്ഞ് മുകളിലേക്ക് നോക്കിയാൽ ഉഗ്രരൂപിയായ നരസിംഹത്തെ കാണാം. അത് കഴിഞ്ഞ ഭീഷ്മ പിതാമഹൻ്റെ ശരശയ്യയും കണ്ട് തൊഴുത് വിഷ്ണു സഹസ്രനാമം ജപിക്കുന്ന കാഴ്ച കാണാം. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങൾ ശ്രീരാമചന്ദ്രൻ, ബലരാമൻ, ഭാർഗവരാമൻ, ശ്രീകൃഷ്ണനും അതുപോലെ തന്നെ മുരുകനെയും കണ്ടു തൊഴാം. ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരിക. അവിടെ വരുമ്പോൾ ഒന്ന് ധാരാളം മാലകളുണ്ട്. വെറ്റിലമാല ഉണ്ട്, ചുവന്ന തെച്ചിമാല ഉണ്ട്, തുളസിമാല ഉണ്ട്, ധാരാളം കുങ്കുമമുണ്ട്. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അത് കഴിഞ്ഞ് അവിടുന്ന് വരുമ്പോൾ രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴാം. പിന്നീട് ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. പിന്നെ തൊട്ടടുത്തുള്ള താമരക്കണ്ണനെ കണ്ട് തൊഴാം. പിന്നെ മണിക്കിണറും ഭഗവാന്റെ നൃത്താറിയും അതേപോലെ കൊടിമരമൊക്കെ കണ്ട് തൊഴുത് കിടാവിളക്കൊക്കെ കണ്ട് തൊഴുത് അങ്ങനെ വന്ന് അടുത്ത അറയിലേക്ക് എത്തുമ്പോൾ കുറൂരമ്മയും നാരദരെയും മേൽപ്പത്തൂരിനെയും വസുദേവരെയൊക്കെ ഇങ്ങനെ കണ്ട് തൊഴുത് വടക്കേ നടയിൽ കൂടെ പുറത്ത് വന്ന് പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ചന്ദനം തീർത്തും വാങ്ങാം. അത് കഴിഞ്ഞാൽ നേരെ എടത്തരികത്തുകാവിൽ ഭഗവതിയെ കാണാനായിട്ട് പോവാം. അമ്മയുടെ അവിടെ എത്തുമ്പോൾ ഗോളകയാണ്. പിന്നെ ചുവന്ന പട്ട് ചാർത്തിയിട്ടുണ്ട്. പിന്നെ ധാരാളം പൂക്കളുണ്ട്, മാലകളുണ്ട്. അമ്മയെ കണ്ട് പ്രാർത്ഥിക്കാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അമ്മയെ കണ്ട് തൊഴുത് അവിടുന്ന് വരുമ്പോൾ ആ കോർണറിലെത്തിയാലൊന്ന് തിരിഞ്ഞ് നിൽക്കുക. വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കിയിട്ട് മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിക്കുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുകയും ചെയ്യുക. അപ്പോൾ നമ്മുടെ മനസ്സ് മമ്മിയൂരും പോയിട്ട് ദർശനം ചെയ്തു വന്നു. അങ്ങനെ നമ്മൾ അടുത്ത് കൊടിമരത്തിൻ്റെ അവിടെ വന്ന് വീണ്ടും ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് പീഠത്തിൻ്റെ മുകളിൽ കയറി നിന്ന് ഇടത്തെ കൈ കൊണ്ട് വെണ്ണക്കലം പിടിച്ച് വലത്തെ കൈ കൊണ്ട് വെണ്ണ എടുക്കുന്ന ഉണ്ണിക്കണ്ണനെ കണ്ട് തൊഴുത് നമസ്കരിക്കാം. പിന്നീട് കൂത്തമ്പലത്തിലും വന്ന് തൊഴുത് നമസ്കരിക്കാം. അങ്ങനെ അയ്യപ്പസ്വാമിയുടെ അടുത്ത് വന്ന് അയ്യപ്പസ്വാമിയും കണ്ട് തൊഴാം. അയ്യപ്പസ്വാമിയുടെ അടുത്ത് വരുമ്പോൾ അവിടെയും കിരീടമൊക്കെ ആയിട്ടുണ്ട്. നല്ല കിരീടമാണ്. അതേപോലെ മുഖത്തൊക്കെ കളഭം ചാർത്തിയിട്ടുണ്ട്. ഒരു കറുത്ത മുണ്ട് ഉണ്ട്. അതിൻ്റെ മേലെ പാവുണ്ട് ഉണ്ട്. അങ്ങനെ നല്ല രസമായിട്ടുണ്ട്. ധാരാളം പൂക്കളുണ്ട്. അപ്പോൾ അയ്യപ്പസ്വാമി പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേ സ്തുഭ്യം നമോ നമ. വീണ്ടും അവിടുന്ന് പ്രദർശനം ചെയ്തു വന്ന് പടിഞ്ഞാറ് നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് നേരെ രുദ്രതീർത്ഥക്കുളത്തെ പ്രദർശനം ചെയ്യുമ്പോൾ നടുക്കുള്ള കാളിയമർദ്ദന രൂപിയെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ നാരായണാലയത്തിലേക്ക് കയറുമ്പോൾ പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹം കണ്ട് തൊഴുത് നമ്മൾ ഭഗവതി നടയിലും അതേപോലെ തന്നെ കിഴക്കേ നടയിലും വന്ന് തൊഴാം. പിന്നീട് തെക്കേ നടയിലെത്തിയിട്ട് കൂവളത്തെ ഒന്ന് പ്രദർശനം ചെയ്യുമ്പോൾ മഹാദേവനും പാർവതി ദേവിനെയും മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.